നാവിൻ്റെ രണ്ട് നല്ല ഉപയോഗങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് കുതിരയുടെയും കപ്പലിൻ്റെയും ഉപമയിലൂടെയാണ്. കുതിര വളരെ ശക്തിയുള്ളതാണെങ്കിലും അതിൻ്റെ വായിൽ കടിഞ്ഞാണിട്ട് ഇവൻ്റെ ശരീരം നമുക്ക് തിരിക്കാം. കടിഞ്ഞാണിട്ടില്ലെങ്കിലോ ഇവൻ എങ്ങോട്ടെന്ന് വെച്ചാൽ ഓടും, നമ്മുടെ കൺട്രോളിൽ നിൽക്കത്തില്ല. എടുത്തുചാട്ടക്കാരായ മനുഷ്യരെ അവരുടെ ഭാവി നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് വിദേശത്ത് ജോലി ചെയ്യുകയാണ്, മേലുദ്യോഗസ്ഥൻ അവരെ ഷൗട്ട് ചെയ്യുന്നു, ക്രൂരമായിട്ട് ഇടപെടുന്നു. പക്ഷേ ഇവന് ബാങ്ക് ലോണുള്ള കാരണം ഇവനിതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കും. പിള്ളേരുടെ പഠിത്തമുള്ള കാരണം ഇവനിതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കും. ഇല്ലായിരുന്നെങ്കിലോ മേലുദ്യോഗസ്ഥന് പറയുന്നത് ഇരട്ടി പറഞ്ഞിട്ട് അവൻ തിരിച്ചു പോകുന്നതിന്. അങ്ങനെ ചെയ്തവരുണ്ട്, ബാധ്യതയില്ലാത്തവരങ്ങനെ ചെയ്തു. പക്ഷെ നഷ്ടപ്പെട്ടത് എന്താണ്? പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച പാഠം പഠിച്ചില്ല. അപ്പോൾ വായിൽ കടിഞ്ഞാണുള്ളവർ ഇത് പഠിച്ചു. ഇപ്പം നിവൃത്തികേട് കൊണ്ടാണ് സഹിച്ചത്. പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ഇവർക്ക് പ്രൊമോഷൻ കൊടുത്തു. എന്താണ്? ശുശ്രൂഷക പദവി കൊടുത്തു. ഇപ്പോൾ കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും വലിയ കപ്പലായാലും ചെറിയ ചുക്കാൻ കൊണ്ട് അമരക്കാരൻ തിരിക്കുന്നത് പോലെ, അതിനെ നിയന്ത്രിക്കുന്നത് പോലെ കുടുംബങ്ങളെയും സഭകളെയും നിയന്ത്രിക്കാൻ ഉപദേഷ്ടാക്കന്മാരായിട്ട് ഇവരെ ഉപയോഗിച്ചു. കണ്ടോ കർത്താവിൻ്റെ കാര്യം കണ്ടോ? അതുകൊണ്ടാണ് കൊലോസിലേക്കണത്തി പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങൾ യജമാനന്മാരെ ദൃഷ്ടിസേവയാലല്ല കർത്താവിനെ പോലെ അങ്ങ് സേവിച്ചോ. ജോലി മണ്ഡലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അതൊരു പാഠശാലയാക്കി മാറ്റാം. എന്താണ് പ്രതിഫലം? അവകാശമെന്ന പ്രതിഫലം ദൈവം തരും. കർത്താവ് എത്ര കരുണയുള്ളവനാണ്. നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ആത്മീയം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. പഠിച്ചു കഴിഞ്ഞാലോ പ്രമോഷൻ തരുന്നു, വലിയ പദവി തരുന്നു, നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റുന്നു.